തിരുവനന്തപുരം ടെക്നോ പാർക്ക് ഫേസ് 4 സൺഡ ക്യാമ്പസ് TCS അതെല്ലാം നമ്മുടെ ബയോ360 സയൻസ് പാർക്ക് തുടങ്ങിയ സ്ഥാപനങ്ങൾ നല്ല രീതിയിൽ ഫ്ലറിഷ് ചെയ്തപ്പോൾ അടുത്ത് നല്ല രീതിയിൽ റിയൽ എസ്റ്റേറ്റ് സാധ്യതയുള്ള ഒരു ലൊക്കേഷനാണ് ചെമ്പകമംഗലം കേട്ടോ. കാരണം ഈ ഒരു ചുറ്റുവട്ടത്ത് തന്നെ സ്കൈലൈൻ്റെ പുതിയൊരു പ്രോജക്റ്റ് അർബൻ അയാസ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരിയധികം റെസിഡൻഷ്യൽ പ്രോജക്ട്സ് ആണ് നമുക്ക് ഈ ഒരു ചുറ്റുവട്ടത്ത് വരുന്നത്. നമുക്കിന്ന് വിൽക്കാനുള്ളത് ടോട്ടലായിട്ട് 35 സെൻറ്റ് സ്ഥലമാണ്. ചെമ്പകമംഗലം NH നിന്ന് ഏകദേശം 450 മീറ്റർ മാത്രം മാറിയാണ് നമ്മുടെ പ്രോപ്പർട്ടി. തിരുവനന്തപുരം സൈഡിൽ നിന്ന് വരുമ്പോൾ ചെമ്പകമംഗലം ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കാണുന്ന വഴിയെ കുറച്ച് ദൂരം വന്നിട്ട് നമുക്ക് വീണ്ടും റൈറ്റിലേക്ക് തിരിയാം. ഒരു ലാൻഡ് മാർക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് അവിടെ ബ്ലിസ്ഫുൾ എന്ന് പറഞ്ഞ് ഒരു വിമൻസ് ഹോസ്റ്റൽ കാണാൻ സാധിക്കും കേട്ടോ. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ചൊന്ന് മുന്നിലോട്ട് വന്നാൽ റൈറ്റ് സൈഡിൽ കാണുന്ന പ്രോപ്പർട്ടിയാണ് വിൽപ്പനയ്ക്കുള്ളത്. നമുക്ക് ഈ ഒരു ടാർ റോഡ് ഫ്രണ്ടേജിൽ നിന്ന് അത്യാവശ്യം നല്ല വീതിയുള്ളൊരു വഴി ഇങ്ങനെ പോയിട്ട് ബാക്കിയുള്ള മേജർ ചങ്കും പിൻവശത്തായിട്ടാണ് പ്രോപ്പർട്ടിയുടെ കിടപ്പേ. നമുക്കിവിടെ നിന്ന് അത്യാവശ്യം നല്ല അകത്തോട്ട് പോയി ഇപ്പം നമുക്ക് ഒത്തിരിയധികം ഇതുപോലുള്ള പ്ലോട്ടുകൾ ഡിവിഷൻ ചെയ്ത് ഈ ഒരു ചുറ്റുവട്ടത്ത് സെയിൽ നടക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലൊരു പ്രൈസിനാണ് സെയിൽ നടക്കുന്നത് കേട്ടോ. കാരണം ഈ ടെക്നോ പാർക്കിൻ്റെ ഈ ഒരു വിസിനിറ്റിയിൽ വരുന്നത് കൊണ്ട് നമുക്കിവിടെ വരും ദിവസങ്ങളിൽ അത്യാവശ്യം നല്ല രീതിയിൽ സാധ്യതയുള്ള ലൊക്കേഷനാണ്. അപ്പോൾ ഇതിങ്ങനെ കയറി വന്നിട്ട് ഇതാ ബാക്കിലായിട്ട് ടോട്ടലായിട്ട് 35 സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത്. താല്പര്യമുള്ളവർക്ക് നേരിട്ട് ഇതിൻ്റെ ഉടമയെ തന്നെ വിളിച്ച് കാര്യങ്ങൾ ഡീൽ ചെയ്യാവുന്നതാണ്. പക്ക കരഭൂമിയാണ്. ഇതിന് വേറെ കൺവേർഷനോ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾക്ക് ഇനി ഇതിനകത്ത് പ്ലോട്ടുകൾ തിരിച്ച് വയ്ക്കണമെന്നുള്ളവർക്ക് ആ രീതിയിൽ ചെയ്യാം. വില്ല പ്രോജക്റ്റൊക്കെ ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഇതാ ഇവിടെ നിന്ന് ആ സൈഡിലേക്കെല്ലാം തന്നെ വീടുകളുള്ള ലൊക്കേഷനും കൂടെയാണ്. ഉദ്ദേശിക്കുന്ന വില പെർസെൻറ്റ് വന്നിട്ട് 3.5 ലക്ഷം രൂപയാണ്. ഈ പറഞ്ഞ വില നെഗോഷ്യബിളുമാണ്. അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഉടമയെ വിളിച്ച് കാര്യം സംസാരിക്കാവുന്നതാണ്.